ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻട്രിയുടെ ഇന്നത്തെ ഈ സെഷനിലോട്ട് എല്ലാം കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ വീണ്ടും വന്നിരിക്കുന്നു നമ്മുടെ ഫ്രീ ഹിറ്റ് സീരീസിന്റെ ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള രണ്ടാമത്തെ സെഷനുമായിട്ട്. കഴിഞ്ഞ സെഷൻ പോലെ തന്നെയായിരിക്കും നമ്മൾ ഇതിലും 2 സബ്ജക്ട്സ് എടുത്തിട്ട് അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ സെഷൻ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. കാരണം വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാറ്റേൺ എടുത്തിട്ട് ആ പാറ്റേൺ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം, അതിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെഷൻസ് മുഴുവൻ കാണുക. അതുപോലെ തന്നെ അതിന്റെ എക്സ്ട്രാ പോയിന്റ്സും നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുകൊണ്ട് പോവുക. ഓക്കെ, സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ സെഷനിലൂടെ കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സയൻസിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്നിൽ നിന്നും നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ചോദ്യം, കാർബൺ മോണോക്സൈഡ് contains approximately dash of oxygen for each 1 gram of carbon. ഓരോ 1 gram of carbon approximately എത്ര ഗ്രാം ഓഫ് ഓക്സിജൻ ആണ് കാർബൺ മോണോക്സൈഡിന്റെ അകത്തുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ അത് സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. ആറ്റോമിക് മാസ് ഓഫ് കാർബൺ എത്രയാണ്? 12 ആണ് അല്ലെ. ആറ്റോമിക് മാസ് കേട്ടോ, നമ്പർ അല്ല നമ്മൾ ഈ പറയുന്നത്, മാസ് ആണ് പറയുന്നത്. അപ്പൊ ആറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 ആണ് കാർബണിന്റെ. ഓക്സിജന്റെ എത്രയാ? 16 ആണ്, 16. ഓക്കെ, ആറ്റോമിക് മാസ് ഓഫ് കാർബൺ 12ഉം ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16ഉമാണ്. അപ്പൊ കാർബൺ മോണോക്സൈഡിന്റെ അകത്ത് ഓരോ 12 ഗ്രാം ഓഫ് കാർബൺ റിയാക്ട്സ് വിത്ത് 16 ഗ്രാം ഓഫ് ഓക്സിജൻ എന്നല്ലേ. അപ്പൊ 1 ഗ്രാം എത്രയും കൊണ്ട് റിയാക്ട് ചെയ്യുക? ബേസിക് മാത്സ് ആണ്. 16/12, അതായത് 1.33 ഗ്രാംസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം 1 ഗ്രാം കാർബൺ എത്ര ഗ്രാം ഓഫ് ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, ക്ലിയർ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹൈപ്നിയ ഇൻഡിക്ക, ഹൈപ്നിയ ബുലാട്ട. എന്താണ് ഇത്? ഹൈപ്നിയ ഇൻഡിക്ക, ഹൈപ്നിയ ബുലാട്ട, അത് തന്നെയാണ് ചോദ്യം. ആർ ദ ടൈപ്സ് ഓഫ് ഡാഷ്. എന്തിന്റെ 2 ടൈപ്സ് ആണ്, 2 വെറൈറ്റീസ് ആണ് ഹൈപ്നിയ ഇൻഡിക്ക, ഹൈപ്നിയ ബുലാട്ട എന്ന് പറയുന്നത്. ഇത് രണ്ടും റെഡ് സീവീഡ് ആണ്. എന്താണ്? റെഡ് സീവീഡ്. ഓപ്ഷൻ ഡി, റെഡ് സീവീഡിന്റെ 2 വെറൈറ്റീസ് ആണ് ഹൈപ്നിയ ഇൻഡിക്ക, ഹൈപ്നിയ ബുലാട്ട. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ഈ സയന്റിഫിക് നെയിം ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച് സയന്റിഫിക് നെയിം ഒക്കെ പഠിക്കുന്ന സമയത്ത് പലരും ചോദിക്കും ഇതൊക്കെ ചോദിക്കുമെന്ന്. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറസ്പെക്റ്റീവ് ഓഫ് സോഴ്സ്, പ്യോർ വാട്ടർ കണ്ടെയ്ൻസ് ഡാഷ് ഓഫ് ഓക്സിജൻ ബൈ മാസ്. അതായത് നമ്മൾ എവിടെ നിന്ന് എടുത്ത വെള്ളമാണെങ്കിലും, പ്യോർ വാട്ടർ, ശുദ്ധമായ ജലം, നമ്മൾ എവിടെ നിന്ന്, ഏത് സോഴ്സിൽ നിന്ന് എടുത്ത, മഴവെള്ളം ആയാലും ശരി, കിണറ്റിലെ വെള്ളം ആയാലും ശരി, പുഴയിലെ വെള്ളം ആയാലും ശരി, കുളത്തിലെ ആയാലും ശരി, ശുദ്ധമായ ജലം നമ്മൾ എവിടെ നിന്ന് എടുത്തതാണെങ്കിലും അതിൽ എത്ര ശതമാനം ഓക്സിജൻ ഉണ്ടാകും? അത് ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ എവിടെ നിന്ന് എടുത്തതാണെങ്കിലും ശരി, അതിൽ ഓക്സിജന്റെ പെർസെൻറ്റേജ് എത്ര ശതമാനമാണെന്നുള്ളത് ഫിക്സ്ഡ് ആണ്. അത് എത്രയാണ്? അത് 88.89% ആണ്. 88.89% ഓക്സിജൻ ആണ് ഉണ്ടാവുക. അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണത്. ഓക്കെ, അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, a given compound always contains exactly same proportion of element by weight. നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുത്താൽ അതിൽ സോഡിയത്തിന്റെ പ്രൊപ്പോർഷൻ എപ്പോഴും എവിടെ നിന്ന് എടുത്ത ഉപ്പാണെങ്കിലും അത് അതുപോലെ ആയിരിക്കും അല്ലെ. It simply means irrespective of the source, എവിടെ നിന്നാണ് അതിന്റെ ഈ പറഞ്ഞ സോഴ്സ് എങ്കിലും, given compound contains the same element in the same proportion or fixed ratio. Okay. അടുത്ത ചോദ്യം. Organism belonging to the phylum dash are also called flatworms. ഏത് ഫൈലത്തിൽപ്പെട്ട ഓർഗാനിസംസിനെയാണ് നമ്മൾ ഫ്ലാറ്റ് വേംസ് എന്ന് പറയുന്നത്? ആ പേരിൽ തന്നെ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഏതാണിപ്പോ? ഇതിൽ ഈ 4 ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിലും ഈ 4 വായിച്ചാൽ ഏത് പേര് കേൾക്കുമ്പോഴാണ് നമുക്ക് ഫ്ലാറ്റ് വേമുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നുന്നത്? പ്ലാറ്റ് അല്ലെ, പ്ലാറ്റ്, ഫ്ലാറ്റ്. അപ്പൊ പ്ലാറ്റി ഹെൽമെന്തിസ്. ഓപ്ഷൻ എ, പ്ലാറ്റി ഹെൽമെന്തിസിനെയാണ് നമ്മൾ ഫ്ലാറ്റ് വേം എന്ന് പറയുന്നത്. ഫൈലം പ്ലാറ്റി ഹെൽമെന്തിസിലാണ് ടേപ്പ് വേം, പ്ലനേരിയ ഒക്കെ വരുന്നത്. ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡിയാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? 3 ജേം ലെയേഴ്സ് ഉണ്ട്.
ഓക്കെ, എക്ടോഡേം എൻഡോഡേമിന്റെ ഇടയിൽ മീസോഡേമും ഉണ്ട്. അപ്പൊ അങ്ങനെ 3 ജേം ലെയേഴ്സിൽ നിന്നാണ് ഡിഫറെന്റ് ഓർഗൻസ് ഫോം ചെയ്യുന്നത്. 2 ജേം ലെയേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ 3 ജേം ലെയേഴ്സ് ഉണ്ട്. അപ്പൊ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ് പ്ലാറ്റിഹെൽമിന്തിസ്. ഫ്ലാറ്റ് ബോഡി വിത്ത് നോ ബോഡി കാവിറ്റി. ഓക്കെ, അപ്പൊ ബോഡി കാവിറ്റി ഒന്നുമില്ല. എലിമെന്ററി കനാൽ വിത്ത് സിംഗിൾ ഓപ്പണിംഗ്. എക്സ്ക്രീഷൻ ഈസ് ബൈ ഫ്ലെയിം സെൽസ്. ഓക്കെ, അപ്പൊ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ് പ്ലാറ്റിഹെൽമിന്തിസിൽ? ഫ്ലെയിം സെൽസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. വാട്ട് ഈസ് ദ കോമൺ ടേം ഫോർ എൻസൈലോസ്റ്റോമ? എൻസൈലോസ്റ്റോമയുടെ കോമൺ ടേം, ലൈക്ക് നമ്മള് ഫ്ലാറ്റ് വർമിന് ഒരു പേര് പറയും അല്ലെ, അല്ലെങ്കിൽ നമ്മള് ടേപ്പ് വർമിന് ഒരു പേര് കൊടുക്കും, റൗണ്ട് വർമിന് ഒരു പേരുണ്ടാവും. അങ്ങനെ എസൈലോസ്റ്റോമ എന്ന് പറയുന്നത് അതിന്റെ നമ്മള് ടെക്നിക്കലി പറയുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ കോമൺ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസൈലോസ്റ്റോമ എന്ന് പറയുന്നത് ഹുക്ക്വേം ആണ്. ഹുക്ക്വേമിന് പറയുന്ന പേരാണ് എൻസൈലോസ്റ്റോമ. ആസ്കാരിസ് ലൂംബ്രിക്കോയിഡ്, അത് റൗണ്ട് വേം ആണ്. റൗണ്ട് വേമിനെ പറയുന്ന പേരാണ് ആസ്കാരിസ്. ഇനി നമ്മുടെ ഫൈലേറിയൽ വേം ഉണ്ടല്ലോ, ഈ മന്തിന് കാരണമായിട്ടുള്ളത്, മന്തിനെ പറയുന്നതും ഫൈലേറിയാസിസ് എന്നാണ് അല്ലെ. അപ്പൊ അത് വൂച്ചറേരിയ ആണ്. വൂച്ചറേരിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയും. അപ്പൊ ആസ്കാരിസ് എന്ന് പറയുന്നത് റൗണ്ട് വേം ആണ്. വൂച്ചറേരിയ എന്ന് പറയുന്നത് ഫൈലേറിയൽ വേം ആണ്. എൻസൈലോസ്റ്റോമ ഹുക്ക്വേം ആണ്. ടീനിയ പീഡീസ് എന്നൊക്കെ പറയും അല്ലെ, ടീനിയ ക്യാപിറ്റിസ്, ടീനിയ പീഡീസ് എന്നൊക്കെ പറയുന്നത് ടേപ്പ് വേം ആണ്. ഫാസിയോള ലിവർ ഫ്ലൂക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കോമൺ പേരുകളാണ്. ഈ റൗണ്ട് വേം, ഫൈലേറിയൽ വേം, ഹുക്ക് വേം, ടേപ്പ് വേം, ലിവർ ഫ്ലൂക്ക് എന്നൊക്കെ പറയുന്നത് കോമൺലി നമ്മൾ പറയുന്ന പേരുകളാണ്. ഇത് അതിന്റെ സയന്റിഫിക്കലി നമ്മൾ പറയുന്ന പേരുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ കെമിസ്ട്രിയിൽ നിന്നാണ്. 1,3-dimethyl-benzene is also known as 1,3-dimethyl-benzene അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? എന്താണ് പറയുന്നത്? നമ്മളതിനെ എംസൈലീൻ അല്ലെ, എംസൈലീൻ. So when 2 hydrogen atoms in a benzene ring, ഒരു ബെൻസീൻ റിംഗിന്, ബെൻസീന്റെ അകത്തുനിന്ന് 2 ഹൈഡ്രജൻസ് മാറ്റിയിട്ട് they are replaced by 2 similar or 2 different monovalent atoms or group, 3 different position isomers are possible. Okay, ഇതാണ് ഒരു ബെൻസീൻ റിംഗ് അല്ലെ. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ 2 ഹൈഡ്രജനെ മാറ്റി, എന്നിട്ട് അവിടെ നമ്മൾ വേറെ 2 ഗ്രൂപ്പുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതില് 3 ഡിഫറെന്റ് പാറ്റേൺസ് കിട്ടും. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ഈ 1-2. ഓക്കെ, ഈ 1-2ൽ നിന്ന് എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ 1ഉം 3യിൽ നിന്നാകാം. ഓക്കെ, പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ അതായത് 1-2 or 1-6 രണ്ടും സെയിം ആണ്. ഇപ്പുറത്ത് 1-2 ആയാലും 1-6 ആയാലും സെയിം ആണ്. 1-3 അല്ലെങ്കിൽ 1-5 എന്ന് പറഞ്ഞാലും സെയിം ആണ്. പിന്നെ 1-4. ഓക്കെ, 1ഉം 4ഉം. അപ്പൊ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് പോസിബിൾ ആണ്. സോ ഇത് ആ പൊസിഷന്റെ അനുസരിച്ചാണ് ഇതിന് പേര് കൊടുക്കുന്നത്. ലൈക്ക് ഇവിടെ 1,3-dimethyl-benzene ആണ്. ഇത് 1,2-dimethyl-benzene ആണ്. ഇത് 1,3-dimethyl-benzene ആണ്. ഇത് 1,4 ആണ്. 1,2നെ നമ്മൾ പറയുന്നത് ഓർത്തോസൈലിൻ എന്നാണ്. എന്താണ്? ഓർത്തോസൈലിൻ. ഓസൈലിൻ, ഓർത്തോസൈലിൻ. ഓക്കെ, 1,2 അല്ലെങ്കിൽ 1,6 ആണെങ്കിൽ, 1ഉം 2ഉം അല്ലെങ്കിൽ 1ഉം 6ഉം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഓ അല്ലെങ്കിൽ ഓർത്തോ എന്നാണ്. ഓക്കെ, അതേസമയം 1,3 അല്ലെങ്കിൽ 1,5 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? അതിനെ നമ്മൾ മെറ്റ എന്ന് പറയും. മെറ്റ അല്ലെങ്കിൽ എം. അതാണ് ഇവിടെ എംസൈലീൻ. ഓക്കെ, മെറ്റ അല്ലെങ്കിൽ എം. ഇനി അത് 1ഉം 4ഉം പൊസിഷനിലാണെങ്കിൽ അതിനെ പാര എന്ന് പറയും. പാര. ഓക്കെ, സോ ഓർത്തോ എന്ന് പറയുമ്പോൾ 1-2 അല്ലെങ്കിൽ 1-6 ആണ്. 1-3 അല്ലെങ്കിൽ 1-5ലോട്ട് വന്നാൽ അതിനെ എം എന്ന് പറയും. ഓക്കെ, എം അല്ലെങ്കിൽ മെറ്റ. പിന്നെ 1-4 ആണെങ്കിൽ അതിനെ നമ്മൾ പാര എന്ന് പറയും. What is the correct sequence of layers of Earth from outside of the planet to inside? So Earth, നമ്മൾ Earthന്റെ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, Earthന്റെ ഒരു പീസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് അകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലെയറുകൾ കാണാൻ പറ്റും? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിന് എന്താ പറയാ? ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് ക്രസ്റ്റ് അല്ലെ, ക്രസ്റ്റ്. അത് കഴിഞ്ഞ് വരുന്ന ലെയറാണ് മാന്റിൽ.
ആൻഡ് ഏറ്റവും അകത്തെ ലെയറിനെ പറയുന്ന പേരാണ് കോർ, അല്ലെ? കോർ ഓഫ് ദ പ്രോബ്ലം എന്നൊക്കെ പറയാം. ഏറ്റവും ഇന്റീരിയറിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അകത്ത് കോർ, പിന്നെ വരുന്ന മാന്റിൽ, ഏറ്റവും വെളിയിലുള്ളതിനെ ക്രസ്റ്റ്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്, വെളിയിൽ നിന്ന് അകത്തോട്ട്. അപ്പൊ വെളിയിൽ ആദ്യം വരുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ക്രസ്റ്റ്, അല്ലെ? വെളിയിൽ ആദ്യം വരുന്നത് ക്രസ്റ്റ് ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മാന്റിൽ വരും, ആൻഡ് പിന്നെ കോർ വരും. അപ്പോ ഓപ്ഷൻ സി ആണ്, അല്ലെ? ക്രസ്റ്റ്, മാന്റിൽ, കോർ. The upper layer is called the crust. It is thinnest of all the layer. Okay, അപ്പൊ ഏറ്റവും തിന്നസ്റ്റ് ലെയർ ഏതാന്ന് ചോദിച്ചാൽ ഈ വെളിയിൽ വരുന്ന ലെയർ ആണ് ഏറ്റവും തിന്നസ്റ്റ്. അതിനും കോണ്ടിനെന്റ്സിൽ ഒരു തിക്നെസ്സും വെള്ളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു തിക്നെസ് ആണ്. കാരണം വെള്ളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭൂമിയുടെ ഇത് പോയില്ലേ, ബാക്കിയുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ കരയില് 35 കിലോമീറ്റേഴ്സ് ആണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് 35 കിലോമീറ്റേഴ്സ് ആണ് അതിന്റെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വെള്ളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, ഓഷ്യൻ ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ 5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഈ വീതി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ അപ്പർമോസ്റ്റ് ലെയറിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും തിന്നസ്റ്റ് ലെയർ. അതിന്റെ തിക്നെസ്സിലും വ്യത്യാസമുണ്ട്. അത് നമ്മുടെ കരയിലാണ് അല്ലെങ്കിൽ കോണ്ടിനെന്റിലാണെങ്കിൽ 35 കിലോമീറ്റേഴ്സും വെള്ളത്തിലാണെങ്കിൽ 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് താഴെ വരുന്നതാണ് നമ്മുടെ മാന്റിൽ, ആൻഡ് ഏറ്റവും അടി വരുന്നതാണ് core എന്ന് പറയുന്നത്. So just beneath the crust is the mantle which extends up to the depth of 2900 kilometers below the crust. Okay, അതിനടി വരുന്നതാണ് core. Innermost layer is the core with a radius of about 3500 kilometers. So innermost layer core ആണ്. അതിന്റെ thickness എന്ന് പറയുന്നത് 3500 ആണ്. It's mainly made up of nickel and iron and is called നൈഫ്. ഓക്കെ, നൈഫ്, അതായത് Ni എന്ന് പറയുന്നത് നിക്കലും Fe എന്ന് പറയുന്നത് അയണും. Which plant is considered a noxious weed that has a chemical defense mechanism to protect it from predators? Noxious എന്ന് പറഞ്ഞാൽ പോയിസണസ് ആയിട്ടുള്ള ഒരു വീഡ്. നമ്മൾ നടുന്ന പ്ലാന്റ്സിന്റെ ഇടയിൽ ചെറുതായിട്ട് വളർന്നു വരുന്ന ചില ചെടികൾ, അതാണെങ്കിൽ ചില ഹാംഫുൾ ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് വീഡാണ്. ഏതാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ അങ്ങനെ ഒരു പോയിസണസ് ആയിട്ടുള്ള വീഡ് എന്ന് പറയുന്നത്? കലോട്രോപ്പേസ്. എന്താണ്? കലോട്രോപ്പേസ്. ഓർക്കുക, കലോട്രോപ്പേസ് എന്ന് പറയുന്ന ഒരു വീഡാണ്. കലോട്രോപ്പേസ് ഇസ് എ പോയിസണസ് പ്ലാന്റ്. അതിലുള്ള ആക്റ്റീവ് പ്രിൻസിപ്പിൾ സാധനങ്ങളാണ് ഊക്കറൈൻ, അതുപോലെ തന്നെ കലോടോക്സിൻ, കലാക്ടിൻ ആൻഡ് കലോട്രോപ്പിൻ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പോയിസണസ് കോമ്പണൻസ് ആണ് അതിലുള്ളത്. ലീവ്സ്, സ്റ്റെം വിച്ച് ഇൻസൈഡ്സ് yield thick milky juice. Who discovered that diborane reacts with aldehyde and ketone to produce dialkoxyborane? ഡൈബോറേനും ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡൈആൽക്കൈൽ ഓക്സിബോറേൻ ലഭിക്കും, which are hydrolyzed by water to produce alcohol. സോ ഡൈബോറേൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആയി റിയാക്ട് ചെയ്തിട്ട് ഡൈആൽക്കോക്സിബോറേൻ ഫോം ചെയ്യും. അത് പിന്നീട് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഈ കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ആരെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്? HC ബ്രൗൺ. ആരാണ്? HC ബ്രൗൺ ആണ്. So diborane reacts with alkenes to give trialkyl borane as addition product. This is oxidized to alcohol by hydrogen peroxide in the presence of aqueous sodium hydroxide. Okay, ഇതാണ് reaction. Now, ഈ hydroboration oxidation was first reported by HC Brown in 1959 and അദ്ദേഹത്തിന്റെ ഈ study for his studies on boron containing organic compounds, Brown shared Nobel Prize in 1979 with G. Wittig. സയൻസിൽ നിന്നുള്ള അവസാനത്തെ ചോദ്യം നോക്കാം. Which of the following is a highly electropositive element that readily gives an electron in order to obtain a stable electronic configuration? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് ഇലക്ട്രോപോസിറ്റീവ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രോപോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞിട്ട് അത് പോസിറ്റീവ് ആകും. ഇത് മേടിക്കുന്ന ആൾക്കാർ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോപോസിറ്റീവ് ആണ്, അതായത് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ള ആൾക്കാർ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ആരാണത്? സോഡിയം ആണ്. നമ്മൾ എപ്പോഴും Na+ എന്നല്ലേ പറയാ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ Na+ ആണ് കേട്ടോ. Na.
നൗ അതല്ലാണ്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലിമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് CCM ആണ്. CCM ആണ് ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. സോ നമ്മളൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ താഴത്തോട്ട് പോകും തോറും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടി വരും. അതേസമയം നമ്മൾ ഒരു പീരീഡിൽ നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഡിക്രീസസ് ആൻഡ് ഇറ്റ് ഡിക്രീസസ് ഇൻ എ പീരീഡ്. ഓക്കെ, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇതിൽ നമ്മൾ താഴെ പോകും തോറും കൂടി വരുന്നു ആൻഡ് ഇങ്ങോട്ട് പോകും തോറും ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞു വരും. CS ബിലോങ്സ് ടു ഗ്രൂപ്പ് 1 ഓഫ് ദ പീരിയോഡിക് ടേബിൾ, ദി ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ CS അതായത് CCM ആണ് നമ്മുടെ ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലിമെന്റ്. സോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും CGLന്റെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ മുടക്കമൊന്നും ഇല്ലാണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു എക്സാംസിന് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ അതിന് കുറച്ച് മോട്ടിവേഷനും ഒരു ഡെയിലി ഷെഡ്യൂളും ഡെയിലി ചെയ്യാൻ എന്തൊക്കെ പഠിക്കണം, അതിന് വേണ്ട പ്രോപ്പർ ക്ലാസ്സുകൾ, നോട്ട്സ്, ഇടയ്ക്കിടയ്ക്കുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് അതൊരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യാനും നല്ലൊരു റിസൾട്ട് നേടാനും പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മളൊരു പുതിയ ബാച്ചുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് മുന്നോട്ട് പോയാലോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഈയിടെയായിട്ട് വളരെയധികം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ, ഡാൻസ്, മ്യൂസിക്, ഫെസ്റ്റിവൽസ്, ഇങ്ങനെയൊക്കെയുള്ള റീജിയനിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഗുരു ബിപിൻ സിംഗ്, നൃത്യാചാര്യ അവാർഡി, സംഗീത നാടക അക്കാദമി അവാർഡി, കാളിദാസ് സമ്മാൻ അവാർഡി വാസ് റിനൗൺഡ് ഫോർ പ്രൊമോട്ടിംഗ് വിച്ച് ക്ലാസിക്കൽ ഫോം? ഏത് ക്ലാസിക്കൽ ഫോമിനോട് റിലേറ്റഡ് ആണ് ഗുരു ബിപിൻ സിംഗ്? ഗുരു ബിപിൻ സിംഗ് അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഏത് ഡാൻസ് ഫോമിനോട് റിലേറ്റഡ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഡാൻസ് ഫോമിനോടാണ്? മണിപ്പുരി ഡാൻസിനോട് റിലേറ്റഡ് ആണ്. ഓക്കെ, മണിപ്പുരി ഡാൻസ് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസസിൽ ഒന്നാണ് മണിപ്പുരി ഡാൻസ്. അതിനോട് റിലേറ്റഡ് ആണ് ഗുരു ബിപിൻ സിംഗ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് തന്നെ നൃത്യാചാര്യ ഓഫ് മണിപ്പുരി ഡാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. നൃത്യാചാര്യ ഓഫ് മണിപ്പുരി ഡാൻസ് ആണ് ഗുരു ബിപിൻ സിംഗ്. ഇനി നമുക്ക് വേറെ കുറച്ച് മണിപ്പുരി ഡാൻസേഴ്സിന്റെ ലിസ്റ്റ് നോക്കാം. ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, ആ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓരോ ക്ലാസിക്കൽ ഡാൻസിന്റെ അണ്ടർ അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ നിങ്ങൾ എഴുതി തയ്യാറാക്കണം. ഓക്കെ, കാരണം ഈ ഒരു ചോദ്യം വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഈയിടെയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മണിപ്പുരി ഡാൻസേഴ്സിന്റെ പേര് നോക്കാം. നിങ്ങൾ മണിപ്പുരി ഡാൻസ് എന്ന് എഴുതിയിട്ട് ആ ലിസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇവരെല്ലാവരും ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ദർശന ജവേരി. ഇത് ജവേരി സിസ്റ്റേഴ്സ് ഉണ്ട്, അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ദർശന ജവേരി. ഫൗണ്ടഡ് മണിപ്പുരി നർത്തനാലയ. അമൂബി സിംഗ് ഫൗണ്ടിംഗ് സൂപ്പർവൈസർ ഓഫ് ജവഹർലാൽ നെഹ്റു മണിപ്പുരി ഡാൻസ് അക്കാദമി, ഫസ്റ്റ് വിന്നർ ഓഫ് സംഗീത നാടക അക്കാദമി അവാർഡ് ഫോർ മണിപ്പൂർ വിച്ച് ഹി വൺ ഇൻ 1956. ഓക്കെ, അടുത്തത് ബിനോ ദേവി, പിന്നെ രാജ്കുമാർ സിംഹജിത് സിംഗ്, പിന്നെ കലാവതി ദേവി. ഇവരെല്ലാവരും മണിപ്പുരി ഡാൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ മണിപ്പുരി ഡാൻസേഴ്സിന്റെ പേര് കുറെ കിട്ടിയല്ലോ. 6 പേരുടെ ലിസ്റ്റ് ഉണ്ട്. തൽക്കാലം ഇത്രയും വെക്കുക, ഇനിയും ഉണ്ട് ഒരുപാട് പേര്. ഓക്കെ, which of the following musical instruments were played by the musicians such as Shakur Khan, Pandit Ram Narayan? സോ നമ്മൾ ക്ലാസിക്കൽ ഡാൻസസ് പഠിച്ചതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. സോ നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലൂട്ട്, സാരംഗി, സിത്താർ, തബല, ഇതൊക്കെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു തബല പ്ലെയർ, അല്ലെങ്കിൽ ഏതാണ് തബല പ്ലെയർ അല്ലാത്തത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് കൊടുത്തിട്ട് ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനോട് റിലേറ്റഡ് ആണ്. ലൈക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന പോലെ ഷക്കൂർ ഖാൻ ആൻഡ് പണ്ഡിത് രാം നാരായൺ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനോട് റിലേറ്റഡ് ആണ്. അപ്പൊ അതും ഇത് നിങ്ങൾ ക്ലാസിക്കൽ ഡാൻസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അതും ഈ പേരുകൾ കൊടുത്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നമ്മുടെ ക്ലാസ്സസിന്റെ അകത്ത് നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഷക്കൂർ ഖാൻ ആൻഡ് പണ്ഡിത് രാം നാരായൺ ഇവർ രണ്ടുപേരും റിലേറ്റ് ചെയ്യുന്നത് ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്? സാരംഗിയാണ് കേട്ടോ. ഓപ്ഷൻ എ സാരംഗി. ഫസ്റ്റ് ഇന്റർനാഷണലി സക്സസ്ഫുൾ സാരംഗി പ്ലെയർ ആയിരുന്നു ശ്രീ പണ്ഡിത് രാം നാരായൺ.
അദ്ദേഹത്തിന് 1976 പത്മശ്രീ, 1991 പത്മഭൂഷൺ ആൻഡ് 2005 പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പത്മ അവാർഡ്സ് നമ്മുടെ സിവിലിയൻസിൽ കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് അവാർഡ്സ് ആണ് പത്മ അവാർഡ്സും പിന്നെ ഭാരതരത്നം. 3 പത്മ അവാർഡ്സ് ആണ്, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഇത് 3ഉം പണ്ഡിറ്റ് രാംനാരായണന് ലഭിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1975. പിന്നെ മധ്യപ്രദേശ് ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരമാണ് കാളിദാസ് സമ്മാൻ, അതും ലഭിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ രത്ന ലഭിച്ചിട്ടുണ്ട്. ആൻഡ് പണ്ഡിറ്റ് രാംനാരായൺ സാരംഗി കെ സംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിക്കൽ ഫിലിം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദസ്കാത്യ അല്ലെങ്കിൽ ദാസ്കാത്യ എന്നും പറയാറുണ്ട്. Of the dash is a tribal dance performed by 2 males depicting the historic and Puranic events. So 2 males, രണ്ട് പുരുഷന്മാര് കളിക്കുന്ന ഒരു ഹിസ്റ്റോറിക് ആൻഡ് പുരാണിക് ഇവന്റ്സ്, പുരാണങ്ങളിലുള്ള ഇവന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രൈബൽ ഡാൻസ് ആണ് ദാസ്കാത്യ. അത് എവിടുത്തെ ഡാൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റിലെ ട്രൈബൽ ഡാൻസ് ആണ്? എവിടുത്തെയാണ്? ഒഡീഷയിലെ ട്രൈബൽ ഡാൻസ് ആണ്. ഓക്കെ, ദാസകാത്യ. ഓക്കെ, ദാസകാത്യ ഇറ്റ്സ് എ ട്രഡീഷണൽ ഒഡിയ ഫോക്ക് ആർട്ട് performing art widely performed by local traveling performers within the state of Odisha. Dasa എന്ന് വെച്ചാൽ devotee. Katya is an instrument used in the performance. In Dasakatya performance, the performer describes himself as devotee of Lord Shiva and perform ballad singing routine. Okay, അപ്പൊ ചോദിക്കാം ഏത് ഡേറ്റി ആരാധിക്കുന്ന രീതിയിലാണിതെന്ന്. അപ്പൊ ലോർഡ് ശിവ ശിവന്റെ ഡിവോട്ടീസ് ആണ്, ദാസന്മാരാണെന്നുള്ള രീതിയിലാണ് ഈ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ദാസകാത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിതാർ പ്ലെയർ വാസ് awarded ഭാരത് രത്ന ഇൻ ഇയർ 1999? സോ മ്യൂസീഷ്യൻസിൽ വളരെ കുറച്ച് മ്യൂസീഷ്യൻസിനാണ് ഭാരത് രത്ന ലഭിച്ചിട്ടുള്ളത്. അവരുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? MS സുബലക്ഷ്മിക്കാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. സോ ഭാരത് രത്ന 1999 ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1999 ഇത് ലഭിച്ചത് പണ്ഡിറ്റ് രവിശങ്കറിനാണ്. ഇവിടെ പറഞ്ഞിട്ടുമുണ്ട് സിതാർ പ്ലെയർ ആണ്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ സിതാർ എന്ന് എഴുതി വെച്ചിട്ട് അതിന്റെ ഇടയിൽ എഴുതി വെച്ചോളൂ. സിതാർ പ്ലെയർ ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ ആണ്. സോ ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ഹു ഹാവ് റിസീവ്ഡ് ഭാരത് രത്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് ഞാൻ പറഞ്ഞു, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ് കേട്ടോ. ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഭാരത് രത്ന ആദ്യമായി ലഭിച്ച മ്യൂസീഷ്യൻ MS സുബലക്ഷ്മിയാണ് 1998. മ്യൂസീഷ്യൻ കേട്ടോ, മ്യൂസീഷ്യൻസിൽ ആദ്യമായി ലഭിച്ചത് MS സുബലക്ഷ്മിക്കാണ് 1998. പിറ്റേ വർഷമാണ് പണ്ഡിറ്റ് രവിശങ്കറിന് ലഭിക്കുന്നത്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ. പിന്നെ 2001 ഉസ്താദ് ബിസ്മില്ല ഖാൻ ആൻഡ് ലതാ മങ്കേഷ്കറിന് ലഭിക്കുന്നു. ഓക്കെ, ഷെഹനായി വാദക്കാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. പിന്നെ ഭീംസേൻ ജോഷി 2009 ഭീംസേൻ ജോഷിക്കും 2019 മരണാനന്തരം ഭൂപേൻ ഹസാരിക്കും ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഉർമിള സത്യനാരായണൻ ഇസ് എ എക്സ്പോണന്റ് ഓഫ് വിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഫോം? ഏത് ഡാൻസ് ഫോമിനോട് റിലേറ്റഡ് ആണ് ഉർമിള സത്യനാരായണൻ? ഭരതനാട്യം ഡാൻസർ ആണ്. ഓക്കെ, അപ്പൊ ഭരതനാട്യം ഡാൻസ് എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിക്കോളൂ, അതിന്റെ അടിയിൽ ലിസ്റ്റ് എഴുതിക്കോളൂ. ഒരുപാട് ഭരതനാട്യം ഡാൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് മുഴുവനും നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് റെഡിയാക്കി വെച്ചിരിക്കണം. ഓക്കെ, സോ രുക്മിണി ദേവി അരുൺദേൽ എന്നാണ് ഫുള്ള്. സോ രുക്മിണി ദേവി ഫസ്റ്റ് വിമൺ ടു ബി നോമിനേറ്റഡ് ആസ് മെമ്പർ ഓഫ് രാജ്യസഭ. ഓക്കെ, സോ അവര് ഭരതനാട്യം ഡാൻസർ ആയിരുന്നു ആൻഡ് ഫസ്റ്റ് വിമൺ ടു ബി നോമിനേറ്റഡ് ടു രാജ്യസഭ. കൃഷ്ണ അയ്യർ ഫസ്റ്റ് കോയിൻ ദ ടേം ഭരതനാട്യം ഫോർ സാതിരാട്ടം എന്നാണ് ഇതിന്റെ പ്രാചീന രൂപം. അതിന് ഈ ഭരതനാട്യം എന്ന് പേര് കൊടുത്തത് കൃഷ്ണ അയ്യറും രുക്മിണി ദേവിയും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പൊ രുക്മിണി ദേവി ഭരതനാട്യം ഡാൻസിലെ വളരെ ഇമ്പോർട്ടന്റ് റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. അതിന് ആ പേര് നൽകിയത് തന്നെ കൃഷ്ണ അയ്യറും രുക്മിണി ദേവിയും കൂടി ചേർന്നിട്ടാണ്. പിന്നെ ആദ്യത്തെ വനിത ടു ബി നോമിനേറ്റഡ് ടു രാജ്യസഭ രുക്മിണി ദേവി അരുൺദേളായിരുന്നു. പിന്നെ അലർമേൽ വള്ളി സെക്കൻഡ് യങ്ങസ്റ്റ് ഡാൻസർ ടു ബി കൺഫേർഡ് പത്മശ്രീ ഇൻ 1991. അതുകൂടാതെ പത്മ സുബ്രഹ്മണ്യം, വൈജന്തിമാല, തഞ്ചാവൂർ ബാലസരസ്വതി ഇവരെല്ലാം ഭരതനാട്യം ഡാൻസേഴ്സ് ആണ്. എന്നാൽ ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് പേരുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അംബുബാച്ചി മേല ഓർ ഫെസ്റ്റിവൽ is held in which temple of Northeast India? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. പല എക്സാംസിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് അംബുബാച്ചി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അംബുബാച്ചി മേള.
ഇത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. ഏത് സ്റ്റേറ്റിൽ, വിച്ച് ടെമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടെമ്പിളിലാണ് വരുന്നത്? കാമഖ്യ ടെമ്പിൾ ആണ് കേട്ടോ. കാമഖ്യ ടെമ്പിളിലാണ്. സോ ഈ കാമഖ്യ ടെമ്പിൾ എവിടെയാണ് എന്നും ചോദിക്കാറുണ്ട്. അസാമിലാണ്. അസാമിലെ ഗുവാഹട്ടിയിലുള്ള ടെമ്പിൾ ആണ് കാമഖ്യ ടെമ്പിൾ. സോ അംബുബാച്ചി മേള കാമഖ്യ ടെമ്പിളിലാണ് നടത്തുന്നത്. ഗുവാഹട്ടി അസാമില് ജൂൺ മാസത്തിലാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഗപഞ്ചമി ഇസ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് മന്ത് ഓഫ് ഹിന്ദു കാലണ്ടർ? ഈയിടെയായിട്ട് നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ മന്തിനെ പറ്റി ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ കൊടുത്ത് ലൈക്ക് ദീപാവലി, ഹോളി, അല്ലെങ്കിൽ ബുദ്ധ പൂർണിമ, ശ്രീകൃഷ്ണ ജയന്തി, രാമനവമി, ഇതൊക്കെ ഇന്ത്യൻ കാലണ്ടർ അനുസരിച്ച് ഏത് മാസത്തിലാണ് വരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു രീതി ഇപ്പൊ കണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നാഗപഞ്ചമി എപ്പോഴാണ്, ഹിന്ദു കാലണ്ടർ അനുസരിച്ച് ഏത് മാസമാണ് നാഗപഞ്ചമി വരുന്നത്? ഏത് മാസമാണ്? ശ്രാവൺ മാസമാണ്. ഓക്കെ, ശ്രാവൺ മാസം. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ഫെസ്റ്റിവൽസും അതിന്റെ മന്തും കൊടുത്തിട്ടുണ്ട്. ദീപാവലി കാർത്തിക മാസത്തിലാണ്. കാർത്തിക മാസത്തിലാണ് ദീപാവലി വരുന്നത്. ഹോളി ഫാൽഗുൻ മന്ത് ആണ്. പിന്നെ ഉഗാദി, ഗുഡിപാഡവ എന്നൊക്കെ പറയുന്നത് ചൈത്ര മാസമാണ്. ഗുരു പൂർണിമ ആഷാഢ മാസമാണ്. ഓക്കെ, ഹു among the following is associated with musical instrument സുർബഹാർ? സുർബഹാർ എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഈ കൊടുത്തിരിക്കുന്നതിൽ ആരാണ്? സോ ലിസ്റ്റ് അറിയാലോ, എഴുതണം. അതിന്റെ അകത്ത് ആളുടെ പേര് എഴുതണം. സോ സുർബഹാറിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അന്നപൂർണ ദേവിയാണ്. ഓപ്ഷൻ എ, അന്നപൂർണ ദേവി. ഇന്ത്യൻ സുർബഹാർ ഓർ ബാസ് സിത്താർ പ്ലെയർ ആണ്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഫസ്റ്റ് വൈഫ് ഓഫ് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ സിത്താർ പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിരുന്നു അന്നപൂർണ ദേവി. അവരാണ് ഈ സുർബഹാർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സിത്താർ പ്ലേ ചെയ്തിരുന്നത്. 1977 ഷീ റിസീവ്ഡ് പത്മഭൂഷൺ, ഇന്ത്യസ് തേർഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. 1977 പത്മഭൂഷൺ ലഭിച്ചത്. 1991 ഷീ റിസീവ്ഡ് സംഗീത നാടക് അക്കാദമി അവാർഡ്. ഓൺലി സുർബഹാർ പ്ലെയർ ടു ബി സോ ഓണേർഡ്. ഓക്കെ, next question. Which of the following dances is not predominantly performed in the Indian state of Odisha? ഈ കൊടുത്തിരിക്കുന്നതിൽ ഒഡീസയിൽ നിന്നുള്ള ഒരു ഡാൻസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൈക്ക, ഘുമ്ര, ധപ്പ്, ഭവായി. ഇതിൽ ഏത് ഡാൻസ് ഒഡീസയുടെ ഡാൻസ് അല്ല? ഓപ്ഷൻ ഡി, ഭവായി. ഭവായി ഒഡീസയുടെ അല്ല. രാജസ്ഥാൻ, ഗുജറാത്ത് ഏരിയാസിൽ, നമ്മുടെ നോർത്ത് വെസ്റ്റിൽ ഒരു ഡാൻസ് ആണ് ഭവായി എന്ന് പറയുന്നത്. രാജസ്ഥാനിലും ഗുജറാത്തിലും ഉണ്ട് അല്ലെ. ചില ഡാൻസ് ഫോംസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്തുള്ള 2-3 സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോ ഈ ഭവായി എന്ന് പറയുന്നത് രാജസ്ഥാനിലും ഗുജറാത്തിലെയും ഒരു ഡാൻസ് ഫോം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുരു ശശാധർ ആചാര്യ വാസ് awarded പത്മശ്രീ in 2020 for his contribution to which of the following? ഗുരു ശശാധര ആചാര്യ. ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഏത് ഡാൻസ് ഫോമിനോട് റിലേറ്റഡ് ആണ് അദ്ദേഹം? ചൗ ഡാൻസിനോട് റിലേറ്റഡ് ആണ്. ഓക്കെ, ചൗ ഡാൻസ്. ശശാധരാചാര്യ ഇസ് എ ചൗ ഡാൻസ് എക്സ്പോണന്റ് ഫ്രം സറൈക്കല, ജാർഖണ്ഡ്. ഓക്കെ, ജാർഖണ്ഡിലെ സറൈക്കലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചൗ ഡാൻസ് ഫോമിന്റെ ഒരു ഡാൻസർ ആണ് അദ്ദേഹം. 2020 ഹി റിസീവ്ഡ് പത്മശ്രീ ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ്. ചൗ ഡാൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിൻ ജാർഖണ്ഡിലായിരുന്നു. ഓക്കെ, എന്നാൽ ഇതിപ്പോൾ ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ 3 സ്റ്റേറ്റ്സിലും ഉണ്ട്, 3 ഫോമിലായിട്ട്. ഓക്കെ, അപ്പൊ ചൗ ഡാൻസ് ഒറിജിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡാണ്. ഒറിജിൻ ജാർഖണ്ഡാണ്. പക്ഷെ ഇസ് നൗ ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ കൾച്ചർ ഓഫ് ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. Now, 3 styles of the dance. അതുകൊണ്ട് തന്നെ 3 വ്യത്യസ്തമായ സ്റ്റൈലുകൾ ഉണ്ട് ഈ ഡാൻസിന്, ചൗ ഡാൻസിൽ. ജാർഖണ്ഡിന്റേതാണ് സറൈക്കല ചൗ. സറൈക്കല ചൗ. ഒഡീഷയുടേത് മയൂർ ഭഞ്ച് ചൗ ആണ്. ആൻഡ് പുരൂലിയ ചൗ ആണ് വെസ്റ്റ് ബംഗാളിന്റേത്. സോ 3 ഫോംസ്. ജാർഖണ്ഡിന്റേതാണ് സറൈക്കല, മയൂർ ഭഞ്ച് ഒഡീഷയുടേതാണ്, ആൻഡ് വെസ്റ്റ് ബംഗാളിന്റേതാണ് പുരൂലിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോ 3 സ്റ്റേറ്റ്സിലും വരുന്ന ഒരു ഡാൻസ് ഫോം ആണ്. കാരണം പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട് ഇത് ചോദിച്ചു കഴിയുമ്പോൾ, ഇത് ഏത് സ്റ്റേറ്റിന്റെ ഡാൻസ് ആണെന്ന്. അപ്പൊ ഓർക്കുക, ജാർഖണ്ഡും ഒഡീഷ, വെസ്റ്റ് ബംഗാൾ 3 സ്റ്റേറ്റിൽ. ഒറിജിൻ എവിടെയാന്ന് ചോദിച്ചാൽ ഓർക്കുക ജാർഖണ്ഡ് ആണ് ചൗ ഡാൻസിന്റെ. ഓക്കെ, സോ
ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ടെന്ന്. എസ്പെഷ്യലി നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വളരെ വാസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഡാൻസ് ഫോംസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാ സാധാരണ. ഡാൻസ് ഫോംസ്, നമ്മുടെ ഡാൻസ് ഫോംസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേര് എഴുതി വെക്കുക, അതിന്റെ അടിയിൽ അതിന്റെ ലിസ്റ്റ് റെഡിയാക്കുക, മെയിൻ ഡാൻസേഴ്സിന്റെ ഒക്കെ ലിസ്റ്റ്. സിമിലർലി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ ലിസ്റ്റും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയുള്ള സെഷൻസ് ആണ് വേണ്ടത് അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.